സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസം, ഈ ചൊവ്വാഴ്ച ദിവസം ജൂൺ 30 നമുക്ക് ഈശോയുടെ തിരുഹൃദയം അല്ലേ നമുക്കായി തുറന്നു വച്ച സ്നേഹം. നാം എത്രമാത്രം കർത്താവിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം പാപം ചെയ്ത് നാം അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ക്ഷമിക്കുന്ന, എല്ലാം മറക്കുന്ന അനന്തമായ തൻ്റെ ആ സ്നേഹഹൃദയത്തെ തുറന്നു കാണിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ ഓർത്തത്. ജൂലൈ മാസം നാളെ തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അനേക നല്ല കാര്യങ്ങളാണ്. അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള 250 വർഷം ആയി സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയൊക്കെ ആയിട്ട് ഈ ദേശത്തെ നമ്മൾ സമർപ്പിക്കണം. പ്രത്യേകിച്ചും ദൈവം നമ്മളായിരിക്കുന്ന ഓരോ ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ളൊരു ദൗത്യം നമുക്കുണ്ട്. ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്ന ജെറമ്യാ 29:7 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യമൊന്നും വേണമെന്നില്ല. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ യത്നിക്കണം, പ്രവർത്തിക്കണം. അവയ്ക്ക് വേണ്ടി കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ നന്മ നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ എവിടെയാണെങ്കിലും, നമ്മളായിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെ കൗണ്ടി, നമ്മൾ ഏത് രീതിയിലാണെങ്കിലും, നമ്മളുടെ ആയിരിക്കുന്ന വില്ലേജ്, നമ്മളായിരിക്കുന്ന ഗ്രാമം, നെയ്ബർഹുഡ്, നമ്മളതിനൊക്കെ വേണ്ടി, കാരണം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന പത്രോസിൻ്റെ ഭാഷ അജപാലകർ, അല്ലെങ്കിൽ പൗലോസിൽ പറഞ്ഞ അജപാലകർ അല്ലെങ്കിൽ അംബാസഡേഴ്സ് എന്ന് ഞാൻ പറയും. ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സാണ് ഓരോ വിശ്വാസിയും. മാമോദീസായിലൂടെ നമുക്കതിനുള്ള അധികാര അവകാശം, ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നവരാണ്. അല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും പറയാം, നമ്മളാണ് ദൈവത്തെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൂടെ ദൈവത്തെ നമ്മൾ കണ്ടെത്തി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ദൈവം ജെറമ്യായുടെ പുസ്തകത്തിൽ 29 നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞെടുത്ത്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്നൊരു വചനമുണ്ട്. എല്ലാം വചനമാണ് നിറവേറുന്നത്. ഇപ്പം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവവചനം നിറവേറുകയാണെന്ന് അറിയണം. കാരണം ദൈവവചനത്തിൽ കൂടെ അല്ലാതെ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനങ്ങളിലും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന്, കാരണം ദൈവവചനമേ നിറവേറുകയുള്ളൂ, ബാക്കിയൊന്നും നിറവേറത്തില്ല. എന്തെല്ലാം ലോകം മുഴുവൻ നിൽക്കുക, എന്തെല്ലാം പ്ലാനുകളാണ് മനുഷ്യൻ, രാജ്യങ്ങൾ, ഭരണകൂടങ്ങളും നമ്മൾ തന്നെയല്ല, എന്തെല്ലാം പ്ലാനുകളാണ് നമുക്കുള്ളതല്ലേ. ഇപ്പം നമ്മുടെ പ്ലാനുകളെ പരിശുദ്ധ കന്യകാമറിയം ചെയ്ത് നമുക്കറിയാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഒറ്റ സമർപ്പണമായിരുന്നു. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ പറയാണ്, നിൻ്റെ വചനമാണ് നിറവേറുന്നത്, അത് എന്നിൽ നിറവേറട്ടെ. അപ്രകാരം തന്നെ ഞാൻ അതിനായിട്ട് എൻ്റെ ജീവിതം പൂർണ്ണമായി അടിയറവയ്ക്കുന്നു. നമുക്ക് ഭാരതത്തിന്, ഇന്ത്യക്ക്, കേരളത്തിന് അവകാശപ്പെടാൻ നമ്മുടെ മാർത്തോമ സ്ലിഹായുടെ തിരുനാൾ, ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3 ഓർക്കുമ്പോഴും ദൈവവചനം നിറവേറാൻ വേണ്ടി അങ്ങനൊരു ചിന്ത തോമാസ്ലിഹായ്ക്കുണ്ടായിരുന്നു. വരുവിൻ, നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറയാൻ തക്കവണ്ണം അങ്ങനൊരു അപ്പസ്തോലന്മാരും പറഞ്ഞില്ല. ജെറുസലേമിലേക്ക് യേശു പോകുമ്പോൾ അവരെല്ലാം കൂടി ചോദിച്ചു, അങ്ങോട്ട് നിന്നാ നീ പോകുന്നു, അവരെല്ലാം കൂടി നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ. യേശുവിൻ്റെ അവസാനത്തെ ജെറുസലേമിലേക്കുള്ള യാത്ര അനേക കാര്യങ്ങളോട് നടക്കുന്നുണ്ട്. അപ്പം ജെറുസലേമിലേക്ക് പോകുമ്പോൾ യാത്രയിൽ അനേകർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നിനക്ക് നീ അങ്ങനെയൊന്നും മരിക്കേണ്ട ആളല്ല, നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞ സമയത്താണ് യേശു പത്രോസിനെ മാറ്റുന്നത്. സാത്താനെ, നീ എന്നെ
നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല, എന്നെ വിട്ടു പോവുക എന്ന് പത്രോസിലുണ്ടായിരുന്ന സാത്താൻ്റെ മനോഭാവത്തെ യേശു സാധിക്കും നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് തോമാശ്ലീഹ എന്താ പറയുക, നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. നമുക്കാണ് പറയാൻ പറ്റും, നമുക്ക് പോയി മരിക്കാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, അവന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാം, കൂട്ടായ്മ നടത്താം എന്നൊക്കെ പറയാം. അവനോടുകൂടി പോയി മരിക്കാമെന്ന് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം. നമുക്ക് ഇന്നത് പറയാനുള്ള ധൈര്യം വേണം. കാരണം നമ്മൾ ഒരു ദിവസം മരിക്കേണ്ടവരാണ് ഇവിടെ. കാരണം മരണം എന്ന് പറഞ്ഞാൽ ആത്മീയ ജനനമാണ്. അതുകൊണ്ട് ഈശോ നിങ്ങൾ വീണ്ടും ജനിക്കണം നിത്യതയിലേക്ക്. അവിടെയാണ് നമ്മുടെ ജീവിതം വീണ്ടും ആരംഭിക്കാൻ പോകുന്നത്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. അപ്പോൾ ഇന്ന് ആഗോള സഭയിൽ പ്രതിദിവസം ഇന്ന് ന്യൂജേഴ്സിയിൽ നിന്നും ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ന്യൂജേഴ്സിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥന അയക്കുമ്പോൾ സൂസൻ ജോൺ നമ്മളെ സങ്കീർത്തനം 5 ഇന്ന് ആഗോള സഭയിലെ പ്രതിദിവസം സങ്കീർത്തനം. അവിടെ ഇങ്ങനെയാണ് പറയുക, കർത്താവ് സങ്കീർത്തനം 5 കർത്താവ് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണം, എൻ്റെ പ്രാർത്ഥന ചെവി കൊണ്ട് കേൾക്കണമേ, ചെവിക്കൊള്ളണമേ. എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. ഇത് വലിയൊരു മേഖലയാണ്. നമ്മൾ ആദരം കൊണ്ട് പ്രാർത്ഥിക്കും, നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അല്ലേ. അതാണ് ഈശോ പറഞ്ഞത്. വീണ്ടും സമരിയാക്കാരിയോട് ഈശോ പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് അന്വേഷിക്കുന്ന യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ആരാധകരെ കാത്തിരിക്കുകയാണ് എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, നമുക്ക് മനുഷ്യരായി നമുക്ക് ജീവിതം, ശരീരവും മനസ്സും ആത്മാവും ഉണ്ട് അല്ലെ. 3 തലമാണ് നമ്മളെ. അപ്പം നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അല്ലെ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ച വചനമുണ്ട്. റോമർ 12:1-2 വചനമുണ്ട്. ആരാധന എന്താണെന്നും നമ്മൾ പലപ്പോഴും ഉണ്ടെങ്കിൽ ആരാധന എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി മണിക്കൂറോളം ഇരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ കുഞ്ഞ്. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും മക്കളാണ് ഈ ഭൂമിയിൽ അല്ലേ. ഈ ഭൂമിയിലുള്ള നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും മക്കളായിട്ട് നമ്മൾ ജനിച്ചത്. നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ദൈവം ചേർത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ ആത്മാവേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല, നമ്മുടെ ആത്മാവ്. അപ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരവും മനസ്സും കൂടെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. എപ്പോഴാണ് അത് തീരുന്നത്? തീരാറായില്ല ഇത്രയും നേരമായിട്ട്, എത്ര നേരമായി തുടങ്ങിയിട്ട് അല്ലെ. നമ്മുടെ മനസ്സ് പറയും, ശരീരം പറയും മടുത്തു, ഇരുന്നിട്ട് മടുത്ത്, കൈ കഴിക്കുന്നു, കാല് കഴിക്കും, നിർത്തി, ഉറക്കം വരുന്നു അല്ലേ. ശരീരം പറയും. ആത്മാവിന് ഉറക്കമൊന്നുമില്ല. ആത്മാവ് നിരന്തരം ദൈവത്തെ, കാരണം ആത്മാവ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരവും മനസ്സും കൂടെ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം കൂടെ ഒന്ന് സഹകരിച്ചാലേ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും അടക്കി വെക്കുന്നതാണ് ആരാധന. അടക്കി വെച്ചാൽ ആരാധന നടക്കുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങളെയാണ് റോമർ 12:1-2 നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ജീവിക്ക് നല്ല സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കണം. ഇതാണ് യഥാർത്ഥ ആരാധന. അതായത് നമ്മുടെ ആത്മാവ് ദൈവത്തെ അപ്പ എന്ന്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ കുഞ്ഞാണല്ലോ നമ്മുടെ ആത്മാവ്. അപ്പം നമ്മുടെ ആത്മാവ് കൊണ്ടൊന്ന് ദൈവത്തെ അപ്പ എന്നൊന്ന് വിളിക്കാനായിട്ട് നമ്മുടെ ശരീരം, പിന്നെ മനസ്സിൻ്റെ കാര്യം പറയുന്നത് റോമർ 12:2 പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കുവിൻ അല്ലേ. മനസ്സിൻ്റെ നവീകരണം, നമ്മൾ ഈ കാലഘട്ടം നവീകരണത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവിലുള്ള നവീകരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോഴാണ് നവീകരണം സംഭവിക്കുക, നവീകരണ മനോഭാവം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കുവാൻ, അപ്പോൾ നല്ലതും ദൈവഗത പ്രകാരം എന്തെന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് റോമർ 12 പൗലോസ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തെ വിളിക്കുന്നതാണ്. ശരിക്കും നമ്മൾ ഇന്ന് കുറേ പ്രാർത്ഥനകൾ നമുക്ക് പുസ്തകത്തിൽ വായിക്കാം, നമ്മൾ അതിരം കൊണ്ട് വായിക്കുന്നു, കണ്ണുകൊണ്ട് കണ്ടു വായിക്കുന്നു. പിന്നെ നമുക്ക് ശരീരവും മനസ്സും കൂടെ ചേരുമ്പോൾ നമ്മുടെ എന്താ പറഞ്ഞ മുറിക്കുള്ളിൽ കയറി കഥകടച്ച് ഈശോ പറഞ്ഞതിനെ കുറിച്ചാണ്.
മുറിക്കുള്ളിൽ കയറി കതകടച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധയൊക്കെ മാറ്റി നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് അടക്കി വെച്ച് നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈശോ പറഞ്ഞത്. ആരും മുറിക്കുള്ളിൽ കയറി കതകടച്ച് രഹസ്യമായിരിക്കും ഇതിൻ്റെ പിതാവ്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചിട്ട് നമുക്കൊരു ദൈവവുമായിട്ട് രഹസ്യം പറയുന്നൊരു സ്വഭാവം ഉണ്ടാകണം. ആരോടും പറയാത്ത രീതിയിൽ ദൈവത്തോട് രഹസ്യം നമ്മുടെ ഉള്ളുകൊണ്ട്, ദൈവമേ നീ എല്ലാം അറിയുന്നു, ഞാൻ ആരാണെന്ന് നീ അറിയുന്നു അല്ലേ? പത്രോസിൻ്റെ ആ പ്രഖ്യാപനമുള്ളൂ. യേശു പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നോ പത്രോസേ? തള്ളി പറഞ്ഞിട്ടൊക്കെ പോയതാണ്. ഉത്ഥാനം ചെയ്ത കർത്താവ് യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു, നീ ദൈവത്തിന്റെ പുത്രനാണെന്നൊക്കെ ഏറ്റു പറഞ്ഞിട്ട് യേശു മരിച്ചു ഉയർത്തെന്നൊക്കെ പറയുന്നത് കണ്ട് പലപ്പോഴും, പക്ഷെ ബോധ്യമൊന്നും വന്നത്. അതുകൊണ്ട് പഴയ പണിയിലേക്ക് ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നീ മീൻ പിടിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈശോ. പത്രോസ് ഒരിക്കലും യേശു സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഉത്ഥാനം ചെയ്ത കർത്താവ് അവരുടെ ഇടയ്ക്കൊക്കെ അവരെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു എന്നാലും നിരാശയായ പത്രോസിന്. എന്നും ഇങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. പത്രോസ് അവരോട് പറയാണ്, ഞാൻ പഴയ പണിക്ക് പോവാ കേട്ടോ, ഞാൻ പഴയ പണിക്ക് പോവാ, ആരെങ്കിലും വരുന്നോ? നേതാവാണ്, മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പായി കർത്താവ് വാക്കുകൊണ്ട് നിയോഗിച്ചതാണ്. അപ്പോൾ അത് പൂർണ്ണതയിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്ന ലൂക്കാ സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ 21-ാമത്തെ അധ്യായത്തിൽ തിബേരിയസ് കടത്തിരിച്ച് കണ്ടുമുട്ടുന്ന അനുഭവമൊക്കെ. അവിടെ യേശു ഒറ്റയ്ക്ക് ഇരുത്തി ചോദിക്കുകയാണ്. വെള്ളത്തിൽ നിന്നും അല്ലെ കടലിൽ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം നിരാശയായി. വെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കും. എല്ലാവരും പ്രഭാതമായപ്പോൾ ഉറക്കമായിട്ട് ഇങ്ങനെ പത്രോസും ഒരു തോർത്തുമുണ്ട് മാത്രമേ അറിയുള്ളൂ, ബാക്കി ശരിക്കും പത്രവും ധരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വള്ളത്തിൽ മയങ്ങിക്കിടക്കണം. വള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി കിടക്കണം. അപ്പോൾ കരയിൽ ഒരു തീ കത്തിച്ചുകൊണ്ട് ഒരാൾ യേശു ഇരിക്കുകയാണ്, നമ്മളെ കാത്തുന്നു. നമ്മൾ മടുത്ത് അനുസരണക്കേടും കാണിച്ച് ദൈവം പറഞ്ഞതിനെതിരായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടും നമ്മൾ മടുത്തിരിക്കുകയാണെന്ന് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എത്രയാണെന്നാൽ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് എബ്രായർ 13 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കർത്താവ് ശിഷ്യന്മാർ അനുസരണക്കേട് കാണിച്ച് വെള്ളത്തിൽ ഒന്നും കിട്ടാതെ നിരാശരായിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. വെള്ളത്തിലൂടെ തിരമാലയിൽപ്പെട്ട് ബോട്ടിങ്ങിന് വലയുകയാണ്. അപ്പോൾ കർത്താവ് കണ്ടിട്ട് ദൂരെ നിന്നും കർത്താവ് ചോദിക്കാൻ, മക്കളെ, കുഞ്ഞുങ്ങളെ, വല്ലതും കിട്ടിയോ? അപ്പോഴാണ് ഇവർ ഉറക്കുന്നത്. ആരാണിത് കരയെന്ന് വിളിക്കുന്ന? ആരാണ്? ഇനി മീൻ മേടിക്കാൻ വല്ലതും വന്നവരാണ് ഇവർ, മീൻ പിടിച്ചുകൊണ്ട് വരും മേടിക്കാൻ വല്ലതും വന്നവരാണോ എന്നാണെങ്കിലും. അപ്പം പതുക്കെ ദൂരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇല്ല, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വള്ളത്തിൻ്റെ വലത്തുവശത്ത് പണ്ട് ഒരിക്കലും പത്രോസിന് കുറിച്ച് നമുക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ കരയിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, അത് കുറച്ച് നമുക്ക് ഒറ്റയ്ക്ക് ആഴത്തിലേക്കൊന്ന് മാറ്റാമെന്ന് പറഞ്ഞ് കർത്താവ് പത്രോസും മാത്രമായിട്ട് ബാക്കിയെല്ലാം ഡിസ്ട്രാക്ഷൻസ് മാറ്റി കുറേ ആഴത്തിലേക്ക് വള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വലയെറിയാൻ പറഞ്ഞപ്പോൾ വലിയൊരു മീൻപിടുത്തം കിട്ടും. ആദ്യത്തെ അനുഭവമാണ് പത്രോസിൻ്റെ. അവിടെയാണ് കാറിക്കൂവി ശബദിപുത്രന്മാരെയൊക്കെ വിളിക്കുന്ന, എല്ലാവരും കൂടെ വന്നാൽ വല വലിച്ചു കയറ്റി ബോട്ട് നിറയുവോളം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്, ബോട്ടിൻ്റെ അമരത്ത് നിൽക്കുമ്പോൾ പത്രോസ് ആ മീനിൻ്റെ മോളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ തൊടുന്നു. കർത്താവേ, ഞാൻ പാപിയാണ്, എന്താ സംഭവിക്കുന്നത്? നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് ഇത്രയും മീൻപിടുത്തം കിട്ടി. ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകണമേ. നിന്റെ അടുത്ത് പോലും വരാനുള്ള യോഗ്യതയില്ലാത്തൊരു പാപിയാണ് ഞാൻ കർത്താവേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഭയപ്പെടേണ്ട, അതൊന്നും ഓർക്കണ്ട, ധൈര്യമായിരിക്കും, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുമ്പോൾ സാത്താൻ പിടിച്ചു കൊണ്ടുപോയ മനുഷ്യരെ പിടിച്ച് ദൈവത്തിൻ്റെതാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിക്കായിട്ട് അങ്ങനെ പറഞ്ഞ് അയച്ച ആ പത്രോസാണ് ഇപ്പോൾ ശിഷ്യന്മാർ മറ്റുള്ളവരോട് 7 പേരെയും കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞത് നമ്മൾ പോകാൻ. അങ്ങനെ പോയത് നമുക്കറിയാം. അവിടെയാണ് ആ തിബേരിയോസിൽ കടൽ തീരത്ത് കുർബാന അഭിഷേകം എന്നൊരു പാട്ടുണ്ടല്ലോ. തിബേരിയോസിൻ്റെ അഭിഷേകം എന്താണ്? നമ്മൾ നോക്കണം, നമ്മുടെ സഹനങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, അതാണ് നമ്മൾ കൊടുക്കുന്നത് ഈശോയ്ക്ക്. നമ്മുടെ കുർബാന അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നിരാശ, കുറ്റബോധം, ദുഃഖം, രോഗം, തകർച്ച, ഇതൊക്കെയാണ് ഈശോ ചോദിക്കുന്നത്.
അവസാനം നമുക്കറിയാം ആ മീൻപിടുത്ത 153 വലിയ മത്സ്യങ്ങൾ കിട്ടി. ഇവിടെ എന്താ ഒന്നും കിട്ടിയില്ല പറഞ്ഞപ്പോൾ വള്ളത്തിന്റെ വലത്തുവശത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ചെറിയ വള്ളമാണ്, വലിയ ക്രൂസ് ഷിപ്പൊന്നുമല്ല, വലിയ ചെറിയ വള്ളമാണ്. ആ ചെറിയ വള്ളത്തിന്റെ വലത്തുവശം ഇടത്തുവശം എന്ന് പറഞ്ഞു നോക്കി, വലിയ കടലിൽ അല്ലെ തിബേരിയസ് കടൽ എന്ന് പറഞ്ഞ തടാകം, അതിനകത്ത് ഈ കൊതുമ്പ് വെള്ളം പോലൊരു ബോട്ട്, അതിനകത്ത് നീ വല താഴോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ താഴെ മീൻ ഇടത്തുവശം വലത്തുവശം വല്ലതും ഉണ്ടോ? വല താഴോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടത്തും വലത്തൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു മേഖലയാണ്. എൻ്റെ അർത്ഥം ഇതാ, വലത്തുവശം തന്നെ അവർ വല ഇട്ടു. അപ്പോഴാണ് വലിയൊരു മീൻപിടുത്തം കിട്ടും. ഇതിൻ്റെ കാരണം എന്ത്? ഞാൻ പറയും, ഈ വല താഴോട്ട് ചെല്ലുമ്പോൾ മീൻ നോക്കുന്നതിൽ ഇടത്തുവശമാണ് വലത്തുവശം. ഒരു കാര്യമുണ്ട്, കർത്താവ് പറയുന്നത് അനുസരിക്കണം. വചനം അനുസരിക്കണം. കർത്താവ് വലത്തുവശം എന്ന് പറഞ്ഞ് വലത്തുവശത്ത് ഇട്ടു. അത് ഇടത്തുവശത്ത് മീൻ താഴെ നിൽക്കുമ്പോൾ അതിന് കർത്താവ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ അല്ലെ, ഇത്രയും കർത്താവ് പറയാഞ്ഞത് അല്ലെ, നീ മീൻ പിടിക്കേണ്ട, മനുഷ്യരെ പിടിക്കുന്നതാകാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒറ്റ മീൻ പോലും രാത്രി മുഴുവൻ അധ്വാനം ചെയ്ത് കിട്ടിയില്ല. കർത്താവ് അവരുടെ ആ ബലഹീനതയെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തീരുമാനമെടുത്ത് വള്ളത്തിന്റെ വലത്തുവശത്ത് വലയെറിഞ്ഞപ്പോൾ യേശു പറഞ്ഞ പോലെയാണ്, യേശു പറഞ്ഞത് ചെയ്തു വചനം. അപ്പോൾ ആ വല നിറച്ചു. അത് ഞാൻ പറയും, ആ ചെറിയ ബോട്ടിന്റെ അടിവശത്തിൽ വല അങ്ങോട്ട് വെള്ളത്തിൽ ചെല്ലുമ്പോൾ പിന്നെ അത് ബോട്ടിന്റെ അടുത്തുവശം വലത്തൊന്നുമില്ല. അപ്പോൾ അത് കർത്താവിന്റെ വാക്കനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ എളുപ്പമല്ലത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് സങ്കീർത്തൻ ഇന്നോർത്ത 5-ാമത്തെ സങ്കീർത്തനത്തിൽ, എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എവരാണ് കർത്താവ് പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മൾ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു ബലിയർപ്പണം, അതായത് നമ്മുടെ പ്രാർത്ഥന. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ? കാരണവന്മാർ ഒക്കെ വിളിച്ച് മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അതിരാവിലെ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, പാട്ടൊക്കെ പാടി. അതിരാവിലെ അല്ലേ, കോഴി കൂവുന്നുമ്പോൾ കൊച്ചു കുഞ്ഞുദേശി പാടിയതുപോലെ ആടും പക്ഷികളൊക്കെ എഴുന്നേറ്റ് പാടുമ്പോൾ, മൃഗങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനുഷ്യരായ നീ മൃഗത്തെക്കാളിലും മോശമായി കിടന്ന് ഉറങ്ങുകയാണോ? നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, കാശുണ്ടാക്കണം. ഒറ്റ ചിന്തയുള്ളൂ, കാശുണ്ടാക്കണം. നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കാശുണ്ടാക്കാനുള്ള ഓട്ടമാണ്. കർത്താവ് പറയാണ്, രാവിലെ പ്രഭാതം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആദത്തിന് കൊടുത്തത് അല്ലേ, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ ഈറ്റുന്നവട് നമ്മൾ പറഞ്ഞു. നമ്മളായിരിക്കുന്ന ദേശമുണ്ട്, നമ്മളായിരിക്കുന്ന കൗണ്ടിയുണ്ട്, നമ്മളായിരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ അനേക കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റോമർ 8 സൃഷ്ടപ്രപഞ്ചം പോലും ദൈവമക്കളുടെ, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൽ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുന്ന ആത്മാവുള്ള മനുഷ്യരെ കാത്തിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവനും. നമ്മളെവിടെ? നമുക്ക് കാശ് മാത്രം ചിന്ത. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പണം. പക്ഷേ നമുക്ക് ഇന്ന് ഈ വേണ്ട രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്കെഡ്യൂൾ ഉണ്ടല്ലോ, ദൈവത്തിന് ഒരു ഷെഡ്യൂളുണ്ട്. അതായത് നാട്ടിൽ പറഞ്ഞ പോലെ ദൈവത്തിന് ഒരു രാവിലെ ഒരു ടൈം ടേബിൾ ഉണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന്, അതാണ് പറഞ്ഞത്. വലത്തുവശത്ത് വീശാൻ പറഞ്ഞപ്പോൾ കിട്ടി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സങ്കീർത്തനം 108 പറയുന്നുണ്ടല്ലോ, അതിരാവിലെ ഞാൻ ഉണരും. അതായത് ആദത്തിന് കൊടുത്ത അധികാരമാണ്. എല്ലാം സൃഷ്ടിച്ചിട്ട് ആദത്തിന് എല്ലാത്തിനും മേലെ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിലൂടെ, 2-ാം ആദമായ യേശുക്രിസ്തുവിലൂടെ നമ്മളിന്ന് പ്രപഞ്ചത്തിന് മേലെ അധികാരമുള്ളവരാണ്. നമ്മൾ പ്രപഞ്ചത്തിന് മേലെ അധികാരം. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് എന്താ അവിടെ സങ്കീർത്തനം 108 പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. എന്തിനാ? അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങി രാത്രി കിടക്കുകയാണ്. വേറൊന്നുമല്ല, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ വേണ്ടിയല്ല, നമ്മൾ പോകുന്ന ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വചനം എന്താ പറയുന്നത്? ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. എന്ന് പറയാണ്, എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, പ്രഭാതത്തെ അല്ലെങ്കിൽ വിശ്വസിനെ ഞാൻ വിളിച്ചുണർത്തും. എൻ്റെ അർത്ഥം ഇതാ. നമുക്കറിയാം, സാധാരണ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തടിക്കുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു നമ്മൾ പറയണം, നമ്മൾ സൂര്യനെ ഉണർത്തേണ്ടത് നമ്മളാണ്. സൂര്യനെ ഉദിച്ചിട്ടില്ല. ഒരു ആലങ്കാരികമായി പറഞ്ഞാൽ സൂര്യനെ രാവിലെ വിളിച്ചുണർത്തേണ്ടത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകരങ്ങളിലേക്ക് പ്രപഞ്ചത്തെ സമർപ്പിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെ മുഴുവൻ കാലാവസ്ഥയൊക്കെ നമ്മുടെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ജീവിതം, അന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം.
നമ്മളതല്ലേ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നിന്ന് ചോദിച്ചില്ലേ, ഈ കൂട്ടായ്മ എല്ലാ പ്രഭാതത്തിലും 5 മണിക്ക് എഴുന്നേക്കും, 4 ഷിക്കാഗോക്കാർ 3:30 എഴുന്നേക്കും. നന്ദി പറയുന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറയും. കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പല കാര്യങ്ങളൊന്നും ശരിയാകാത്തതിന് ഒറ്റ കാരണമാണ് നമ്മൾ വചനം അനുസരിക്കുന്നില്ല. അപ്പോൾ പ്രഭാതത്തെ ഞാൻ വിളിച്ചുണർത്തും. നമ്മളാണ് പ്രഭാതത്തെ വിളിച്ചുണർത്തേണ്ടത്. അപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നമ്മളൊരു എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നമ്മൾ അല്പം ഉറക്കം ക്ഷീണം വന്നാലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമെങ്കിലും നമ്മൾ പ്രാർത്ഥനയെ പങ്കെടുക്കണം. ഈ എത്രയോ അല്ലേ, ഇത് എത്ര വർഷമായി നടക്കുന്നു ഈ പ്രാർത്ഥന. നിങ്ങൾക്ക് ഇത് പങ്കെടുത്തു ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾ ദൈവാനുഗ്രഹമുണ്ട് ഞാൻ പറയും സത്യമായിട്ട്. കാരണം ഇത് വചനപ്രകാരമാണ്, നമ്മുടെ അവിടെയൊന്നുമല്ല, വചനപ്രകാരമാണ്. കാരണം എന്താ, അതാണ് സങ്കീർത്തനം 5 പറഞ്ഞത്, ഞാൻ പ്രഭാത ബലിയൊരുക്കി അങ്ങേക്കായി കാത്തിരിക്കുന്നു. കാരണം 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെയുണ്ട് നിങ്ങളുടെ നടുവിൽ. അത് നമ്മൾ ചിന്തിച്ചെന്താ, മനുഷ്യരായി നമുക്ക് അസാധ്യമായത് ചെയ്യാൻ കഴിവുള്ളവനാണ് യേശു. നമ്മളുടെ അസാധ്യതകളുടെ നടുവിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റാൻ കഴിവുള്ളവനെ ഈശോ കടന്നു വരികയാണ്. എബ്രായർ 12:22 ചിന്തിച്ചില്ല നമ്മൾ കടന്ന ആരൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എപ്പോഴാണെങ്കിലും, പ്രത്യേകിച്ചും പ്രഭാതത്തിലും, അവിടെ ദൈവം, ത്രിത്വിക ദൈവം, മാലാഖമാര്, വിശുദ്ധര്, യേശുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിൻ്റെ യോഗ്യതയൊക്കെ ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ കൂട്ടായ്മ, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നമ്മൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചൊരു സംഭവമുണ്ട്. കുറേ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ പഠിക്കാൻ ഒത്തിരി മോശമായിട്ട് വന്ന ആൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ലീലുവിനോട് ചോദിക്കണം, അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഓരോരുത്തർ പ്രാർത്ഥന നയിക്കുന്നുണ്ടല്ലേ ഓരോ സ്ഥലങ്ങളിൽ നിന്നും. അപ്പം അതുകൊണ്ട് പലപ്പോഴും രാവിലെ ക്ഷീണമാണ്, വൈകുന്നേരം അതുകൊണ്ട് എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറയാണ്, ഞങ്ങളോട് പറയാണ്, എന്നോട് ലീലുവിനോട് പറയാണ്, നിങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അപ്പോൾ ലീലു എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം, അതിപ്പോൾ നമ്മൾ കൂട്ടായ്മ പ്രാർത്ഥന നയിക്കുന്നുള്ളൂ, ഓരോരുത്തരൊക്കെ പ്രാർത്ഥന നയിക്കുന്നുണ്ട്, നമ്മളും പ്രാർത്ഥിക്കുന്നുള്ളൂ, നമ്മൾ സന്ധ്യ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വരികയാണ്, ഒരു വചനം ലീലു കേൾക്കുകയാണ്, ഒരു കൽപ്പന പോലെ ഞാൻ നിന്നോട് പറയുന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിങ്ങളൊരു അന്നോട്ട് ഇന്ന് പറയും, നിവൃത്തിയുണ്ടെങ്കിൽ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അന്ന് ഞാൻ പറയും, അത് തുടങ്ങിയാണ് സാറായിക്ക് A+ ഒക്കെ കിട്ടിയത്. ഞാൻ പറയും, പഠിക്കാനായിട്ട് ഇന്ന് ഒരു കാര്യം, ഒരു ഹോംവർക്ക് പോലും ഞങ്ങളാരും അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ എല്ലാം ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടും. നമ്മുടെ ജീവിതത്തിലൊരു മേഖലയുണ്ട് പ്രിയമുള്ളവർ. ഇത് ഞാൻ ഓർമ്മിച്ച് നമ്മുടെ ഹൃദയം അല്ലേ, നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് അല്ലേ, നമ്മുടെ അതരം കൊണ്ട് പ്രാർത്ഥന, നമ്മുടെ ആത്മാവ് പ്രാർത്ഥനയാണ് എൻ്റെ നെടുവീർപ്പുകൾ. അത് റോമർ 8:26 പറയുന്നത് വചനം. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കും. നമുക്ക് ശരീരം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോൾ നമ്മുടെ ആത്മാവ് നെടുവീർപ്പുകൾ അല്ലേ, ഡീപ് സൈസ് ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്ന നെടുവീർപ്പുകൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രാർത്ഥന എന്നാണത് വചനം പറയുന്നത്. വീണ്ടും വേണം റോമർ 8:26 വീണ്ടും വേണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിവില്ലാത്തതിനാൽ നമ്മുടെ ആത്മാവ് ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ കുഞ്ഞ് നെടുവീർപ്പുകളാൽ ദൈവത്തോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ നെടുവീർപ്പുകൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നെടുവീർപ്പുകയാണ്. പല പ്രശ്നങ്ങളും ഉത്കണ്ഠയാണ്, ആകുലതയാണ്, പലതിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ പോയത്. ഇന്ന് സുവിശേഷത്തിൽ ഇത് തന്നെയാണ് ഈശോ ഇന്ന് സൂസന് ഓർപ്പിച്ച് ലോകമെമ്പാടും വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോ ഇന്ന് സുവിശേഷത്തിൽ പെട്ടെന്ന് ഓർത്തുകയാണ്. സുവിശേഷം ഇന്ന് മത്തായി 8 കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഇത് വലിയൊരു മേഖലയാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്നൊരു വചനമാണ് ഇന്നത്തേത്. അതായത് കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി, തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു, അവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ പറയും, ലോകത്തിലുള്ള അനേക സക്രാരികളിൽ ആരും ശ്രദ്ധിക്കാതെ യേശു ഉറങ്ങുന്നത് പോലെയാണ്. ആത്മീയമായിട്ട് യേശു ഉറങ്ങുകയല്ല, പക്ഷേ ലോകത്തിലെ നമ്മൾ വിശുദ്ധ കുർബാന പണ്ട് പറയാറില്ലേ, ലോകമെമ്പാടും എല്ലാ സക്രാരികളിലും, പ്രത്യേകിച്ച് ഏറ്റവും വണക്കക്കുറവായിട്ട് അനാദരിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ലോകമെമ്പാടും എവിടെയൊക്കെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന, കത്തോലിക്ക ദേവാലയങ്ങളിൽ സക്രാരിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളി ഈശോയെ ഞങ്ങളങ്ങയെ വിളിക്കുന്നു. എന്താ യേശു അമരത്ത് അവൻ ഉറങ്ങുകയായിരുന്നു. നോക്കി, ഇത്രയും പ്രശ്നം ലോകത്തിന് നടക്കുമ്പോൾ ഈ തിരമാല യേശു ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ രക്ഷിക്കണം, ഇതാ ഞങ്ങൾ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിച്ച് വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആരും കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു, പ്രപഞ്ചം പോലും
അനുസരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് യേശുവിൻ്റെ ആത്മാവായതുകൊണ്ട് പ്രപഞ്ചം പോലും പ്രപഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രപഞ്ചം അനുസരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.